ഹായ് കൂട്ടുകാരെ, ഞാൻ പ്രിയ ഷിജി. എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പച്ചമുളക് കൃഷി ചെയ്യുന്നത്, പച്ചമുളക് എങ്ങനെയാണ് നടുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് ഇതുപോലും നട്ട് നോക്കുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് നട്ട് നോക്കുക കേട്ടോ. ഞാൻ നടുന്നത് പോലെ നമുക്കിനി ഓണത്തിലേക്കുള്ള പച്ചമുളകുകളൊക്കെ ജൂൺ ആയില്ലേ, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ നട്ടാം. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഓണത്തേക്ക് ആ ഒരു സമയത്തേക്കുള്ള വഴുതനയാട്ടോ നട്ടിരിക്കുന്നതാണ്ട്. അപ്പോൾ നമ്മൾ ജൂൺ മാസമായി. അപ്പോൾ നമുക്ക് ജൂണിലോട്ട് നമ്മുടെ ജൂൺ ജൂലൈ ഓഗസ്റ്റിലല്ലേ അപ്പോൾ ഓണം. അപ്പോഴത്തേക്ക് നമുക്ക് വഴുതനയാകാം. നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളെക്കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോ. അതിൽ നമ്മളിത് വഴുതന നട്ടിട്ടുണ്ട്. വഴുതന പറിച്ചു മാറ്റി വെച്ചതാട്ടോ തയ്യ്. ഇത് ഒരു നല്ല ഇനം വഴുതനയാണ്, വയലറ്റ് കളർ വഴുതന, അതാണൊന്ന്. പിന്നെ ഈ ഉണ്ട കത്രിക്ക എന്ന് പറയും, അതാണിത്. അപ്പം നമ്മളിങ്ങനെ 2-3 സൈസ് നമുക്കിവിടെ ഉണ്ട്. പിന്നെ ആ നീളത്തിലുള്ള പച്ചയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നീളത്തിലുള്ള കണ്ടോ പച്ച വഴുതന, ഇതുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ചായിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞത്. ഇതുണ്ട്, വഴുതനയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നില്ല, അപ്പോൾ അത് നമുക്ക് തന്നെ എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം. ഇതൊക്കെ കായായിട്ടുണ്ട്. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം കായൊക്കെ എടുത്തതാണ് കേട്ടോ, അതിന് ശേഷമുള്ളതാണ്. പിന്നെ ഞാനിത് വെട്ടി കേട്ടോ. ഇത് നല്ല ഏകദേശം ഹൈറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ, എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ കിളിർത്ത് വന്ന മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് നിറയെ മുട്ടും ചെറിയ കാകളൊക്കെ ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ തക്കാളി. തക്കാളിയൊക്കെ ചെറുതായിട്ട് കണ്ടോ പൂവിടാൻ തുടങ്ങി തക്കാളിയൊക്കെ. അങ്ങനെ നമ്മുടെ തക്കാളിയുമായിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ട വിത്തും വേണം. ഞാൻ വിത്ത് പാകിയിട്ടുണ്ട്. 2 സൈസ് വെണ്ടയുണ്ട്. അതിൽ ഞാൻ 2 എണ്ണം പാകി വെച്ചിട്ടുണ്ട്. അത് തീരെ കുഞ്ഞിതാണ്, ഞാൻ കാണിക്കാം. നമ്മൾ വെണ്ടത്തയ്യാണ് കേട്ടോ. ഒരു തീരെ കുഞ്ഞു തയ്യാണ്. ഞാൻ ഒരു താങ്ങ് ഇങ്ങനെ കൊടുത്തതാണ്, കാരണം മഴത്തുള്ളിയൊക്കെ വീഴുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇതങ്ങ് ഒടിഞ്ഞു പോകും. ഇത് നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് വലുതുണ്ട്, അത് വേറെ, അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിന്ന് കുറച്ച് കൂടുതൽ പച്ചമുളകിൻ്റെ തൈ നടാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരടുക്കളയിൽ ഒരു വീട്ടമ്മയ്ക്ക് ഒരു മുളകും തൈയെങ്കിലും ഇല്ലാത്തൊരു വീട് കാണില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത്രയൊന്ന് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അര ലിറ്റർ വെള്ളത്തിൽ 5 ml സൂഡോമോണക്സ് കലക്കി ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് ഇത് മുക്കി വെച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ വേരുകളൊക്കെ കണ്ട അങ്ങനെ വെള്ളത്തിലോട്ടിങ്ങനെ മുക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് കേടൊന്നും വരത്തില്ല. നമുക്ക് നട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് കണ്ടോ, നല്ല കരുത്തായത്. സാധാരണ 4 ഇല വരുമ്പോഴാണ് നടുന്നത്. ഞാൻ കുറച്ചും കൂടി കരുത്തായിക്കോട്ടെ എന്ന് കരുതി കുറച്ച് താമസിച്ചപ്പോൾ കുറച്ച് വലുപ്പം വെച്ചു. അപ്പോൾ നമുക്ക് വലിയ പേടിക്കൊന്നും വേണ്ട, പെട്ടെന്നൊന്നും നാശമായി പോകും, വെക്കുമ്പോഴേ വാടിപ്പോകുന്നൊന്നും. അപ്പോൾ ഞാനിത് അപ്പോൾ നടുന്നത് ചെടിച്ചട്ടിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനന്ന് ഉണ്ടാക്കി ചകിരിച്ചോറുണ്ടായിരുന്നു, അത് അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാനത് മിക്സ് ചെയ്തതാട്ടോ. അപ്പോൾ ചകിരിച്ചോറും പിന്നെ നമ്മൾ ഈ മണ്ണിടുന്നതെന്ന് പറഞ്ഞാൽ മണ്ണും ചകിരിച്ചോറും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ട് ഞാനിത് കുമ്മായവും കൂടെ ഇട്ട് ഒരു 15-20 ദിവസത്തോളം ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ മൂടിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ, നമ്മുടെ മണ്ണിൻ്റെ പുളിരസമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതിങ്ങോട്ട് നടാം. ഇങ്ങനെ നട്ട് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ടാകും. ഞാൻ ചകിരിച്ചോറ് ഇവിടെ ഉണ്ടാക്കിയതാണ്, അതാ കുറച്ച് വലുപ്പത്തിലിരിക്കുന്നത്. കരികില ചേർക്കുന്നില്ല കേട്ടോ. ഇന്ന് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതായിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. ചാണകപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് പച്ചമുളക്, ഇപ്പം മഴക്കാലമൊക്കെ ആയില്ലേ, ഇനി ഇതെല്ലാം നമ്മുടെ ഓണത്തിലേക്കുള്ള പച്ചക്കറികളാണ്. അപ്പം നമുക്ക് വഴുതന, വെണ്ട, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വെച്ച് നമുക്ക് നടാം. ഇതെല്ലാം എളുപ്പമാണ്. പിന്നെ പിള്ളേരെ നോക്കുന്ന പോലെ ഒന്ന് നോക്കണം. ഇതൊക്കെ ഒന്ന് പിടിച്ച് വന്നാലും ഇല ചുരുളൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇല ചുരുളലൊക്കെ ഉണ്ടാകുമ്പം അതിന് നമുക്ക് മരുന്നൊക്കെ തളിക്കണം. ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ മുളകിനൊക്കെ ഒന്ന് സൂഡോമോണക്സ് തളിച്ച് കൊടുക്കാം. ഇത് നമുക്കിനി ഇതിലോട്ട് നിറച്ച് മണ്ണിടുന്നില്ല കേട്ടോ, കുറച്ച് മണ്ണിന് പിന്നീട് നമുക്കിതിൽ വളം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാനിത് നിറച്ച് മണ്ണിടുന്നില്ല, കുറേശ്ശെ ഇടുന്നുള്ളൂ. നമുക്ക് കുറേശ്ശെ മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ചാണകപ്പൊടി ഇടാനുണ്ട്. അപ്പോൾ ചാണകപ്പൊടി ഇടാം. ചാണകപ്പൊടി നമ്മൾ ആട്ടുംകാട്ടവും കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണിത്.
ആദ്യം ഇത് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു കുറച്ച് നമ്മൾ ഇട്ട് വെക്കുമ്പോൾ നമുക്കൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചും കൂടി മണ്ണ് ചേർക്കണം. ഇനി നമുക്കിതോട്ടൊരു ചെറിയ കുഴി പോലെ എടുത്തിട്ട് കണ്ടോ കുറച്ചിങ്ങനെ എടുത്തിട്ട് നമുക്ക് എനിക്ക് ഒത്തിരി കുറച്ച് കൂടുതലായിപ്പോയി തൈ. അപ്പോൾ ഞാനൊരു 3 ഒരു 3-4 തൈ ഒന്നിച്ച് വെക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വെച്ചു. ആദ്യം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ പാകിയപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ആവശ്യത്തിന് വളവും മണ്ണും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലോട്ട് മെല്ലെ ചെയ്താൽ മതി. ഇത് കുറച്ച് നന്നായതിന് ശേഷം മാത്രമാണ് വളപ്രയോഗം ചെയ്യാവൂ. ഇപ്പം നമ്മൾ ഇതിനുള്ള വളങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അടിവളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇതിലോട്ടും ഒന്ന് നിറയ്ക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി മണ്ണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട. അപ്പോൾ നമുക്ക് പുറത്തൊന്നും മേടിക്കുകയും വേണ്ട. നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന മുളകായാലും നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ മില്ലിൽ പൊടിപ്പിക്കാൻ കൊണ്ടുപോയ മുളകില്ലേ, ആ മുളക് മേടിച്ചപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 4-5 മുളകെടുത്ത് ഒരു ചട്ടിയിലോട്ട് പൊട്ടിച്ച് ഒന്ന് വിത്ത് പാകിയതാട്ടോ. അതാണിപ്പോൾ ഇത്രയും. ഇത് മാത്രമല്ല, ഇനി കുറേ കൂടെ ഉണ്ട് കേട്ടോ. കുറേ കൂടെ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നോക്കി കണ്ട, അത്യാവശ്യം നല്ല വലുപ്പം വെച്ച് അത്യാവശ്യം തന്നെ നോക്കിക്കുക, നല്ല കരുത്തുകൊണ്ട്. ഒരെണ്ണമൊക്കെ നട്ടാൽ മതി. പക്ഷേ എനിക്ക് ഒത്തിരി തൈയുണ്ട്, അപ്പോൾ ഒത്തിരി നമുക്ക് പാത്രം വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതാട്ടോ. അല്ലെങ്കിൽ ഒന്ന് പോയാലും ബാക്കിയുള്ളവർ പിടിച്ചോളുമല്ലോ. അപ്പോൾ നമുക്കിനി പച്ചമുളകൊക്കെ നന്നായിട്ട് അടി മുതൽ കായ്ക്കും. അതിനുള്ള വളപ്രയോഗമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെങ്ങനെ വളം ഇടുന്നതിനൊക്കെ നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ കാണണം. പിന്നെ ലൈക്കും കമൻറ്റ്, ആരും കമൻറ്റ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. കമൻറ്റ് എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കാം. ഇതിന് വേണമെങ്കിൽ കരികലയോ ചകിരിയോ എന്തെങ്കിലും നമുക്കിങ്ങനെ ഇടാം. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ചാണകപ്പൊടി. ഞാനപ്പം വെണ്ടയുടെയും പയറിൻ്റെയും ഒക്കെ തൈകൾ മേടിച്ചത് നമ്മൾ പോത്തുകല്ല് മുണ്ടേരി കൃഷി ഫാമിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അവിടെ എല്ലാവിധ വിത്തുകളും ഉണ്ട്, എല്ലാത്തിൻ്റെയും വിത്തുകളുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്നാണ് മേടിച്ചത്. അങ്ങനെയുള്ള നല്ല വിത്തുകൾ മേടിച്ചാൽ നമുക്ക് ഒന്നും പോകാനില്ല. അപ്പോൾ നമുക്ക് നന്നായി തന്നെ വരും. ഇനി നമുക്കിതെല്ലാം ഒന്ന് നടാം. നമ്മുടെ മുളകിന് വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇലകൾ ചുരുളുക, ഇലകൾ മുരടിച്ച് പോവുക. അതിനുള്ള ഒരു പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പുകല കഷായം, വെറ്റയില്ലേ, നമ്മൾ ഈ വെറ്റ മുറുക്കുന്ന അങ്ങനത്തെ വെറ്റ കടയിൽ നമ്മൾ വെറ്റയൊക്കെ ഇരിക്കുന്ന കടകളിൽ ചോദിച്ചാൽ പുകലയുടെ തണ്ട് കിട്ടും. ആ തണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ തണുത്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ മുളകിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതാവത്തില്ല, ചുരുളത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേപ്പെണ്ണ സോപ്പ് ലായനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ആഴ്ചയിലൊരു 15 ദിവസം കൂടുമ്പോൾ, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും കുഴപ്പമില്ല, ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്താലും അത്രയും നല്ലതാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇത് കേടില്ലാതെ തന്നെ നമ്മുടെ മുളക് തൈ എല്ലാം നമുക്ക് കിട്ടും. ഇത് ഞാൻ ആദ്യം തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട് നടാൻ. പിന്നെ നമുക്ക് ചോളം, നമ്മുടെ ജൂൺ മാസത്തിലാട്ടോ ചോളമൊക്കെ നടുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ കൃഷി ഫാമിൽ പോയാലേ കിട്ടുകയുള്ളൂ. ചോളം നല്ല വിത്ത് കിട്ടും കേട്ടോ. ചോളത്തിൻ്റെ വിത്ത് അത് മേടിച്ചിട്ട് അത് നട്ടാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ കുത്തനെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വളങ്ങൾ ചേർക്കാം. കുറച്ച് കഴിയുമ്പോൾ മണ്ണിട്ട് കൊടുക്കാം. അതിനെല്ലാം നമുക്ക് ഒത്തിരി ചട്ടി നിറച്ച് വെക്കണ്ട. ഞാൻ ഇതുവരെ അങ്ങനെ ചട്ടി നിറച്ച് ഒരു തൈയും പച്ചമുളകോ വെണ്ടയോ ഒന്നും ഞാൻ ചട്ടി നിറച്ച് വെച്ചിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നീട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ചകിരിച്ചോറ് ഞാൻ ആദ്യത്തിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അത് ചേർക്കാതെ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഈ ചകിരിച്ചോറ് ചേർത്ത് വെച്ചാലും നല്ലതാണ്. അത് ചേർക്കാതെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താലും നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ ഇതിലും കൂടി നടാം. അപ്പം കുറച്ച് കൂടുതൽ നടാനുണ്ട്, അതുകൊണ്ടാട്ടോ. നമുക്കിനി ബാക്കിയും കൂടെ ഇതുപോലെ ഒന്ന് നട്ട് നോക്കാം.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ നടുക. കാരണം എല്ലാവർക്കും അറിയാം മുളക് തൈ എങ്ങനെയാണ് നടുന്നതെന്നും എല്ലാം. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നത് അടുക്കളത്തോട്ടം. ഇല്ല, അടുക്കള കുറച്ച് പച്ചക്കറി, പയർ, മുളക്, വെണ്ട, വഴുതന അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അറിയാൻ മേലത്തെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കുറച്ച് മെനക്കെട്ടാൽ ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്കുണ്ടാക്കാം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മഴക്കാലമൊക്കെ ആയാലും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൂടുതൽ ഞാൻ നട്ടയിലൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു കേട്ടോ. ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ മരുന്നെല്ലാം ചെയ്തിപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ജൈവ വളങ്ങളാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് ഇതൊക്കെ നല്ല ഇതായിട്ട് തഴച്ച് നല്ല ഇതായിട്ട് വരും. ഇതിന് സൂഡോമോണസ് ലായനി തെളിക്കണം കേട്ടോ. ഞാനിത് കൂടുതൽ വെക്കുന്നത് എനിക്ക് കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ 2 എണ്ണം. ഇതൊക്കെ തീരെ കുഞ്ഞു തയ്യാട്ടോ, 4 പേരും പോകില്ല കണ്ടോ. ഇങ്ങനെ പറിച്ചപ്പോൾ ഇതൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇതാണ്. അപ്പോൾ 4 ഇല പരുവത്തിലാണ് സാധാരണ നടുക. ഇത് 4 ഇലയിൽ കൂടുതലുണ്ട്, കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വിൽക്കുക. അഥവാ 1 2 ഒന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് കരികിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ഇതിൻ്റെ ചുറ്റിനും ഇടാം. ഞാൻ പൊന്നു വിടുന്നില്ല കേട്ടോ. ഇതാണ്ട് നമുക്ക് സ്പ്രേ ചെയ്തിങ്ങനെ കൊടുക്കാം കേട്ടോ. അല്ലാതെ ഒന്നിച്ചിങ്ങനെ കമഴ്ത്തരുത്. വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എനിക്കിനി കുറച്ചും കൂടെ നടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിനുള്ള അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടേതായ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ആവശ്യമായ പച്ചമുളക് നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതിനുള്ള വളങ്ങളും അത് മുരടിപ്പ് മാറാനുള്ള മരുന്നൊക്കെ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ്. പിന്നെ നിങ്ങളപ്പോൾ വീഡിയോ മറക്കാതെ കാണണം. ആദ്യത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല, ആരും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് മറക്കാതെ കണ്ടു നോക്കണം. അതിനെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യാറില്ല. പിന്നെ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവിന് വേണ്ടി ഈ ചാനൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കാണണം കേട്ടോ, മറക്കല്ലേ. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.